സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. ഇതെൻ്റെ സ്വന്തം മാരുതിപ്പൊടി വൈഫ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്. ഇതെൻ്റെ ബ്രദർ KD. ക്രിക്കറ്റ് പ്ലെയറാണ്, അടിപൊളിയാണ്. അപ്പം ഇന്ന് നമ്മുടെ മാരേജിൻ്റെ 10ാമത്തെ ദിവസമാണ്. മാരേജ് റിസപ്ഷൻ അറ്റ് ട്രിവാൻഡ്രം. അതിന് നമ്മുടെ മാരേജിൻ്റെ ഫങ്ഷൻസ് എല്ലാം സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് പറയാൻ പാടില്ലല്ലേ? ഭയങ്കര സന്തോഷം, കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ട്രിപ്പ് പോകും. അപ്പൊ ഞാനാണെങ്കിലും അപ്പൊ ഞാനാണെങ്കിലും റോബിൻ ചേട്ടനാണെങ്കിലും ചെറുപ്പത്തിൽ ഭയങ്കര വലുതായിട്ടാണ് കുറെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ഞാൻ 10th പോയിട്ടില്ല, +2 പോയിട്ടില്ല, ഡിഗ്രിക്ക് പോയിട്ടില്ല. കുറെ ഫ്രണ്ട്സിനായിട്ട് പോലെ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. പിന്നെ റോബിൻ ചേട്ടൻ വന്നതിന് ശേഷം ഒരു വട്ടം നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടെ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഫ്രണ്ട്. ഞാൻ ഇവനും ഓൾമോസ്റ്റ് ഒരു 7-8-9 വർഷം പരിചയമുണ്ട്. പക്ഷെ ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് പൊന്മുടിയിൽ ഒറ്റൊരു പ്രാവശ്യം. അതെന്റെ ഒരു ബ്രേക്കപ്പിന്റെ സമയത്ത് പോയത്, എന്നെ കൊണ്ട് പോയത്. അത് പറയില്ല, 3 അപ്പൊ നമ്മള് രണ്ടുപേരും ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മള് രണ്ടുപേരെ ഒരുമിച്ചായിട്ടാണ് പോകുന്നത്. അത് സ്പെഷ്യൽ ആയിട്ടാണ്. ഇല്ല, ഇവനറിയാം. കാരണം 2015 തൊട്ട് ഞാൻ എന്നായിരിക്കും എന്റെ കല്യാണം, ആരായിരിക്കും ഞാൻ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ പറയില്ല, നിന്നെ കാത്ത് എന്തായാലും ഒരു പെൺകുച്ച് നിന്റെ ആഗ്രഹപ്രകാരം വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫൈനലി അതിനെപ്പറ്റിയെ പറ്റി വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? കാര്യമില്ല, രണ്ടുപേർക്കും അടിപൊളി കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങളൊരു ലോങ് ട്രിപ്പ് പോയില്ലേ? അല്ല, എനിക്ക് ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ. അത് ഡോക്ടർ വൈശാഖ് ആണ്. പിന്നെ ഇതെന്റെ വൈഫാണ്. വൈഫ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ എന്താ പറയാ, ഞങ്ങൾ അധികം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഒന്നുമല്ല. എപ്പോഴും സംസാരിക്കത്തില്ല, എപ്പോഴും മെസ്സേജ് ചെയ്യത്തില്ല. പക്ഷെ അന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ണുകൊണ്ട് കാണിക്കുന്നോ അവൻ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിരിക്കും. എന്റെ മനസ്സിൽ എന്താണോ, എന്റെ ഇമോഷൻസ് എന്താണോ. ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത്, 4 മണിക്ക് കൊണ്ടാക്കിയത് ഇവനാണ്. അന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേരെ, ചിലപ്പോൾ തിരിച്ചറിയുമ്പോൾ രസമായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും എന്താ പറയാ, അത്രയും ക്രൗഡിന്റെ കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി അവൻ വന്നിരുന്നു. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഐഡിയുടെ ഇടയ്ക്ക് കിടന്ന് എന്നെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയത്. അപ്പൊ താങ്ക് യു സോ മച്ച്. പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്രദറാണ്. എനിക്കൊരു ബ്രദർ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, നല്ലൊരു ക്യാരക്ടർ ആട്ടോ. നല്ലൊരു ക്യാരക്ടർ മീൻസ് ആക്ച്വലി പാവമല്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ നമ്മളടുത്ത് ഒരു കാര്യം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രൊവോക്ഷൻ ഒന്നുമില്ല. ടു ദി പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. സോ എനിക്കത് എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതില്ല. പിന്നെ വൈഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യാദൃശികമായാണ് നമ്മൾ കണ്ടുമുട്ടിയത്. പക്ഷെ കണ്ടുമുട്ടിയതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു. കാരണം ഒരുപാട് പേര് നമ്മൾ റിലേഷൻഷിപ്പ് എല്ലാവരെയും പോലെ അടിച്ചു പിരിഞ്ഞ് ഇവരൊക്കെ പോയി ഇവരൊക്കെ എത്ര നാൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി വളരെ സന്തോഷം കൊണ്ട് നാട്ടിയിരിക്കില്ല. കണ്ടുപിടിച്ചിട്ടല്ല, ഞാൻ കുടിക്കാറില്ല. ഓക്കെ. അപ്പം ഒരുപാട് പേര് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയിരുന്നു, അതും ഇതും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഒരുപാട് നടന്നു. പക്ഷെ നമ്മുടെ ഇമോഷൻസിന്റെ എക്സ്ട്രീം എല്ലാം നമുക്ക് കാണാൻ പറ്റി. കംപ്ലീറ്റ്ലി ഹാപ്പി. എന്താ പറയാ, നമ്മള് നാളെ രാത്രി അസർബൈജാനിലേക്ക് മഞ്ഞ് വീഴുന്ന കാണാൻ വേണ്ടി പോയി. ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിൽ, ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് മഞ്ഞ് വീഴുന്ന കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം എനിക്ക് ലൈക്ക് എന്താ പറയാ, എന്റെ ഈ ഒരു നല്ല സമയത്ത് എന്റെ കൂടെ ഈ ഒരു അച്ഛനും കൂടെ വന്നു. ഓക്കെ. അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ വരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എന്നിരുന്നാലും അച്ഛൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് നോക്കി അതിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ സന്തോഷമുണ്ടോ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ കാത്തിരിക്കല്ലേ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം. അതെ, പക്ഷെ കാത്തിരുന്ന് 35 വർഷം ആവാറായി. തീരുമാനിച്ചതാണ്. ഇതൊരു ചലഞ്ചായിരുന്നു, ഇത് ചെയ്യാനൊരു ചലഞ്ചായിരുന്നു. അതെ, പിന്നെ പറയാം. അപ്പൊ എന്തായാലും അച്ഛൻ ഹാപ്പി ആണല്ലോ. വൈശാഖ് നമ്മളെല്ലാരും ഹാപ്പിയാണ്. സോ നമ്മുടെ മാരേജിന്റെ ഫങ്ഷൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എല്ലാ കഥകളും അറിയാവുന്ന. അപ്പൊ താങ്ക് യു. എല്ലാം പറയും. അവ അങ്ങനെ പെരുക്കൂല. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു.